കാലവർഷം കനത്തു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചെർക്കളക്കാർക്ക് വലിയ ആശങ്കയാണ്. കാരണം അത്രത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് ഇവർ മഴക്കാലത്ത് നേരിടുന്നത്. വലിയ തോതിലുള്ള ചളിവെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ റോഡ് മുഴുവൻ ചളി നിറഞ്ഞു നിൽക്കുന്ന വാഹനം പോലും ഓടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എത്ര കാലമായി ഈ ഒരു ദുരന്തം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ട് ആ കാലം മുതലാണ് നമുക്ക് ഈ ഒരു ദുരിതം ഈ ഒരു രീതിയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇത് നേരത്തെ ഇവിടെ 3 മീറ്റർ വ്യാസത്തിലുള്ള വലിയ ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ഈ ചെർക്കള ടൗൺ എന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇത് കിഴക്ക് ഭാഗത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്ന് വരുന്ന 2 റോഡുകൾ സംഗമിക്കുന്നതാണ്. തെക്ക് ഭാഗത്ത് നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന റോഡ് സംഗമിക്കുന്നതാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മംഗലാപുരത്തും കാസർഗോഡ് നിന്ന് സംഗമിക്കുന്ന സ്ഥലം. അപ്പം ബസ്സുകൾ മാറിക്കയറാനും മറ്റും ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഈ ചെർക്കള ടൗണിൽ 3 മീറ്റർ വ്യാസത്തിലുണ്ടായിരുന്ന ഡ്രൈനേജിനെ അടച്ചാണ് അവർ വെറും 50 സെൻറ്റിമീറ്റർ 1/2 മീറ്ററുള്ള ഡ്രൈനേജ് ആക്കി, അതും ഭൂമിയിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് 1.5 മീറ്റർ താഴ്ത്തിയിട്ട്. ഇതാണ് ഇവിടെ ദുരിതമുണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ചെരിഞ്ഞ പ്രദേശമാണ് ഈ ചെർക്കള ടൗൺ. ഇവിടുന്നൊക്കെ കുത്തിയൊലിച്ച് വരുന്ന ഈ മഴവെള്ളം ഇത് പോകാനുള്ള സംവിധാനമില്ല. ഇത് മുഴുവനും ചെർക്കള ടൗണിൽ കെട്ടിക്കിടക്കുകയാണ്. കടയുടമകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? കച്ചവടത്തിനെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ കാര്യങ്ങൾ? കച്ചവടത്തിന് മൊത്തം ബാധിക്കുന്നതാണ്. കടയിലേക്ക് ആർക്കും വരാൻ പറ്റുന്നില്ല, വണ്ടികൾ നിർത്താൻ പറ്റുന്നില്ല, യാത്രക്കാർക്ക് തീരെ പറ്റാത്തതാണ്. ഈ അധികൃതരുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തി നോക്കിയിരുന്നു ഇതിനു മുമ്പ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒന്നും നടത്തിയില്ല. ഇതിപ്പോൾ മഴ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. മഴ തുടങ്ങി ഇന്ന് 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കൊരു പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ടൗണിൽ വരാൻ പറ്റുന്നില്ല, മദ്രസയിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, എവിടെയും പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്നില്ല ഈ ചളികൾ? ഷോപ്പിൽ ആൾക്കാർ വരുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പുറത്ത് ആൾക്ക് ഇവിടുന്ന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ പുറത്താണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ഇവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടം വരുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ജനജീവിതത്തിൽ പോലും വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി ഇവിടെയുള്ള ഈ ചെളിക്കുഴികളും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാലവർഷം തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും ചെങ്കളക്കാരുടെ മനസ്സിൽ, ചെർക്കളക്കാരുടെ മനസ്സിൽ ഭീതിയുടെ കാർമേഘങ്ങൾ മൂടിക്കഴിഞ്ഞു. ചെർക്കളയിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.